നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? ഒരു ലൈഫ് ലോങ് DC ഫാൻ എന്ന നിലയിൽ 2017 ജസ്റ്റിസ് ലീഗ് സിനിമയ്ക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര എന്ന് പറയേണ്ട അവസ്ഥയായിരുന്നു. 2015 ബാറ്റ്മാൻ vs സൂപ്പർമാൻ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ ഒരു ഗംഭീര സിനിമാറ്റിക് യൂണിവേഴ്സിന് തുടക്കം കുറിക്കുന്നത് കാണാനായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന്. ബാറ്റ്മാൻ vs സൂപ്പർമാൻ ഒരു ക്രിട്ടിക്കൽ ഫ്ലോപ്പ് ആയതോടുകൂടി നൂലഴിച്ചുവിട്ട പട്ടം പോലെയായി DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിൻ്റെ അവസ്ഥ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല സിനിമകൾ ഒന്ന് രണ്ടെണ്ണം വന്നു എന്നതൊഴിച്ചാൽ DCU ഒരു ഫ്ലോപ്പിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. സോ എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ലോകത്തെ ഏറ്റവും പോപ്പുലറായ സൂപ്പർ ഹീറോ കഥാപാത്രങ്ങൾ കയ്യിലുണ്ടായിട്ടും ഒരു ഗംഭീര സിനിമാറ്റിക് യൂണിവേഴ്സ് അവർക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? അതായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൈ ദ വേ, ഇതിനു മുമ്പ് ഞാൻ ചെയ്ത മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് എന്താണ് പറ്റിയെന്നുള്ള വീഡിയോന് നിങ്ങളുടെ സൈഡിൽ നിന്ന് നല്ല റെസ്പോൺസ് ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് ഫ്ലോപ്പ് ആകാനുള്ള പ്രധാന കാരണങ്ങളൊന്ന് അവർ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് എത്താൻ വേണ്ടിയെടുത്ത ആ ഒരു അപ്രോച്ച് മോശമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്രോപ്പർ പ്ലാനിംഗ് ഇല്ലാതെ അതിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു എന്നതുകൊണ്ട്. ഒരു വശത്ത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഓരോ കഥാപാത്രങ്ങൾക്കും സെപ്പറേറ്റ് സിനിമകൾ ഇറക്കി അവസാനം അവരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചതെങ്കിൽ, മറുവശത്ത് DC ഒറ്റയടിക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് ജസ്റ്റിസ് ലീഗിലേക്ക് എത്താൻ ശ്രമിച്ചു. ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുകയോ അല്ലെങ്കിൽ മാർവലിനെ ചേസ് ചെയ്യേണ്ട ആവശ്യമോ DCക്ക് ഇല്ലായിരുന്നു. കാരണം അവർക്ക് എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാൻ ഓൾറെഡി ഒരു യൂണിവേഴ്സ് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അതായിരുന്നു DCAU അല്ലെങ്കിൽ DC ആനിമേറ്റഡ് യൂണിവേഴ്സ്. ആനിമേറ്റഡ് സിനിമകളുടെ ഒരു ഗംഭീര കളക്ഷൻ കയ്യിലുണ്ടായിട്ടാണ് അവർ ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാതെ മാർവൽ സിനിമകളുടെ പുറകെ പോകാൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ആദ്യമേ ഒരു ജസ്റ്റിസ് ലീഗ് സിനിമ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഓരോ ക്യാരക്ടേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടൊരു സിനിമ വേണമെങ്കിൽ കൊടുക്കുക എന്നതായിരുന്നു. ജസ്റ്റിസ് ലീഗ് ആനിമേറ്റഡ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് പോലെ. സോ വ്യക്തമായൊരു പ്ലാനിംഗ് ഇല്ലാതെ ഒരു കൂട്ടം സിനിമകൾ അനൗൺസ് ചെയ്യുകയും അതിൽ ആദ്യത്തെ സിനിമയിൽ തന്നെ അവരുടെ കാലിടറുകയും ചെയ്തപ്പോൾ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിന് ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, എന്തോന്നാണോ ഇത്? താനിത് പൊളിക്കുമല്ലോ. പ്രോപ്പർ പ്ലാനിംഗ് ഇല്ല എന്നതുപോലെ തന്നെ മറ്റൊരു വലിയ ഇഷ്യൂ ആയിരുന്നു സ്റ്റുഡിയോ ഇൻ്റർഫിയറൻസ്. തോക്ക് തരാം പക്ഷേ വെടിവെക്കരുത് എന്ന് CID മൂസിയിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യാം, പക്ഷേ ഞങ്ങൾ പറയുന്ന പോലെ ആകണം എന്നൊരു വാശി സ്റ്റുഡിയോൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സാക് സ്നൈഡറിനെയും ഡേവിഡ് അയറിനെയും ഒക്കെ DC സിനിമകൾ ഡയറക്റ്റ് ചെയ്യാൻ സ്റ്റുഡിയോ ഏൽപ്പിച്ചപ്പോൾ അവരുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് കംപ്ലീറ്റായി മനസ്സിലാക്കാതെയാണ് അവരെ അത് ഏൽപ്പിച്ചതെന്ന് തോന്നി. മാത്രമല്ല, ഒരേ സിനിമയ്ക്ക് തന്നെ ഡയറക്ടേഴ്സ് കട്ടും അൾട്ടിമേറ്റ് കട്ടും ഒക്കെ ഉണ്ടാകുമ്പോൾ ഫാൻസ് തന്നെ അസ്വസ്ഥരാകും. ഈ കട്ടല്ല ആ കട്ടാണ് ഭേദം, തിയേറ്ററിൽ ഇറങ്ങിയ കട്ട് കാണണ്ട, അൾട്ടിമേറ്റ് കട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ സിനിമയുടെ ഓവറാൾ ഇമ്പാക്റ്റ് അവിടെ നഷ്ടപ്പെടുകയാണ്. അടുത്ത പ്രോബ്ലം ആയിരുന്നു മോശം കാസ്റ്റിംഗ് അല്ലെങ്കിൽ മോശം അഭിനയം. ഈ DC സിനിമകളിൽ പ്രധാനപ്പെട്ട ചില റോളുകൾ ചെയ്ത ചില നടീനടന്മാരുടെ മോശം ആക്ടിംഗ് ആണ് DC സിനിമയുടെ ക്വാളിറ്റിയെ സാരമായിട്ട് ബാധിച്ചിരുന്നു. മോശം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഗാൽ ഗഡത്തിൻ്റെ വണ്ടർ വുമൺ മുതൽ അക്കാഡമി അവാർഡ് വിന്നറായ ജാരഡ് ലെറ്റോൻ്റെ ജോക്കർ വരെ ഉണ്ട്. ഗാൽ ഗഡത്തിൻ്റെ കാര്യത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒച്ച കുറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരുടെ ആ ഒരു ഓസ്കാർ ലെവൽ ആക്ടിങ്ങിനെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ വണ്ടർ വുമൺ സിനിമ നല്ലതായതുകൊണ്ട് ആരും അവർ പെർഫോമൻസിന് അത്ര ഫോക്കസ് കൊടുത്തില്ല. പക്ഷേ രണ്ടാമത്തെ വണ്ടർ വുമൺ സിനിമയും ജസ്റ്റിസ് ലീഗും ഒക്കെ ആയപ്പോൾ പുള്ളിക്കാരി ശരിക്കും പോസ്റ്റായി. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ജാരഡ് ലെറ്റോയും ജെസ്സി ഐസൻബർഗും അവർക്ക് കിട്ടിയ റോളുകൾ പുതിയൊരു ആംഗിളിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചെങ്കിലും അതും കംപ്ലീറ്റ് ആയിട്ട് മിസ്ഫയർ ആയി എന്ന് പറയേണ്ടി വരും. കാര്യമായിട്ട് എന്തോ ചെയ്യാൻ ശ്രമിച്ചിട്ടും അതൊന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കാത്ത അവസ്ഥയായിരുന്നു. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. അടുത്ത പ്രോബ്ലം ആയിരുന്നു റോക്കിൻ്റെ എൻട്രി. റോക്കി ബായ് അല്ല, റോക്ക് അല്ലെങ്കിൽ ഡ്വെയ്ൻ ദ റോക്ക് ജോൺസൺ. ഈ പിരമിഡ് സ്കീം കാണിച്ച് നാട്ടുകാരെ ചിലർ പറ്റിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ റോക്ക് ബ്ലാക്ക് അഡം ഹിറ്റ് അടിക്കുമെന്ന് കാണിച്ച് അതുവഴി DC സിനിമകൾ മൊത്തത്തിൽ കയ്യേറാനൊരു ശ്രമം നടത്തിയിരുന്നു. സത്യത്തിൽ റോക്ക് സ്റ്റുഡിയോനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. How does it make you feel? It doesn't matter how it makes you feel. തൻ്റെ ക്യാരക്ടറായിട്ടുള്ള ബ്ലാക്ക് അഡം ആക്ച്വലി ഷസാമിൻ്റെ വില്ലൻ കഥാപാത്രമായിട്ടും ഷസാമിനെ ആ പരിസരത്ത് പോലും അടുപ്പിച്ചില്ല. താൻ ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ അത് സൂപ്പർമാനെ മാത്രമേ ഫൈറ്റ് ചെയ്യൂ എന്ന് പറയുക, വെറുതെ ഇരിക്കുന്ന ഹെൻറി കാവിലിനെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഫീൽഡ് ഔട്ട് ആക്കുക, അവസാനം
ബ്ലാക്ക് അഡം 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല റോക്കിൻ്റെ സ്റ്റാർ വാല്യൂവിന് തന്നെ അത് കാരണം വലിയൊരു ഇടിവ് സംഭവിച്ചു. ഈ സ്നൈഡർ കൾട്ടിനെ മുതലെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഫ്ലോപ്പായി എന്നത് മാത്രമല്ല, ഒരു കാലത്ത് തൻ്റെ ഡ്രീം പ്രോജക്റ്റായിരുന്ന ബ്ലാക്ക് അഡം എന്ന സിനിമ ഒരു ക്രിട്ടിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഫ്ലോപ്പ് ആയതോടുകൂടി റോക്ക് അങ്ങനെ DC സിനിമയിൽ നിന്ന് തന്നെ സ്വയം ഒഴിഞ്ഞു മാറി. Hierarchy of power in the DC universe. Hierarchy of power. The hierarchy of power. Hierarchy of power in the DC universe is about to change. എടോ കാശ് ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കുറയ്ക്കണ്ട. DCU ബോംബാകാൻ 2017 ജസ്റ്റിസ് ലീഗ് സിനിമയുടെ കോൺട്രിബ്യൂഷൻ എടുത്തു പറയണം. സാക് സ്നൈഡറിന് ഒരു ഫാമിലി ട്രാജഡി സംഭവിച്ചതിന് ശേഷം ജസ്റ്റിസ് ലീഗ് സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്ന് അയാൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടെ അവഞ്ചേഴ്സ് സിനിമ ഡയറക്റ്റ് ചെയ്ത് ജോഷ് വീഡനെ പകരം ഡയറക്ടറായിട്ട് സ്റ്റുഡിയോ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അയാൾ വന്ന് സ്നൈഡർ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് റീഷൂട്ട് എന്ന പേരിൽ പല കോമാളിത്തലും കാണിച്ചു വെക്കാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ഗാൽ ഗഡറ്റ് അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ഒരു സീനിൽ ഡ്യൂപ്പിനെ കൊണ്ട് അഭിനയിപ്പിക്കുക, സിനിമയിലെ മെയിൻ വില്ലനായ സ്റ്റെപ്പൻ വുൾഫിൻ്റെ തല മാറ്റി വെക്കുക, ബാറ്റ്മാനെ കൊണ്ട് കോമഡി പറയിപ്പിക്കുക. ഇതൊന്നും പോരാഞ്ഞിട്ട് ഹെൻറി കാവിലിൻ്റെ മീശ കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഹെൻറി കാവിലിന് മിഷൻ ഇമ്പോസിബിൾ ഫാൾഔട്ടിൽ അഭിനയിക്കുന്നതുകൊണ്ട് ആ സിനിമ കഴിയുന്നവരെ മീശ ഷേവ് ചെയ്യാൻ കഴിയില്ല എന്ന കോൺട്രാക്റ്റിലായിരുന്നു. പുതിയ ഡയറക്ടർ വന്നപ്പോൾ ജസ്റ്റിസ് ലീഗ് റീഷൂട്ട് ചെയ്യാൻ മീശ എടുക്കുകയും വേണം. മീശ എടുത്താൽ ടോം ക്രൂസ് പണി കൊടുക്കും, മീശ എടുത്തില്ലെങ്കിൽ സൂപ്പർമാനും കുളമാവും. ഈ മീശ വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. സോ മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അവിടെ. അങ്ങനെ മീശ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് VFX ചെയ്ത് മീശ മായ്ച്ചു കളയാൻ ശ്രമിച്ചു. മൊത്തത്തിൽ കുളമാവുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും ജസ്റ്റിസ് ലീഗ് ഒരു ഗംഭീര ഫ്ലോപ്പായിരുന്നു. DCയുടെ സ്ട്രോങ് പോയിന്റ് അത് മാർവലിൽ നിന്ന് എത്രമാത്രം ഡിഫറൻ്റ് ആണെന്നുള്ള കാര്യമാണ്. അത് തിരിച്ചറിയാതെ പോയതും മാർവലിനോട് കമ്പീറ്റ് ചെയ്യാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒടുവിൽ ഒന്നും ആകാതെ പോയതുമാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. ജസ്റ്റിസ് ലീഗിന് ശേഷം അവസാനത്തെ പിടിവള്ളി എന്ന് പറയാൻ കഴിയുന്നത് ഫ്ലാഷ് സിനിമയായിരുന്നു. തിരക്കഥ നല്ലതായിരുന്നെങ്കിലും മോശം മേക്കിങ്ങും PlayStation 1 ലെവൽ ഗ്രാഫിക്സും കാരണം ആ സിനിമയും മോശം DC സിനിമകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചു. അതിൻ്റെ കൂടെ ഫ്ലാഷായി അഭിനയിച്ച എസ്രാ മില്ലറിന് എതിരെ തുടർച്ചയായിട്ട് പോലീസ് കേസുകൾ വന്നതുകൊണ്ട് അയാൾക്ക് നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വന്നു. DC സിനിമ എന്ന നിലയിൽ ഈ സിനിമയും പതിവ് തെറ്റിച്ചില്ല. ഇതും ഒരു ഗംഭീര ഫ്ലോപ്പ് തന്നെയായിരുന്നു. That's not helping. വാർണർ ബ്രദേഴ്സിൻ്റെ പഴയ മാനേജ്മെൻറ്റ് മാറി പുതിയ ആൾക്കാർ വന്നപ്പോൾ എങ്ങനെയെങ്കിലും DCU ഒന്ന് തീർന്നിട്ട് അത് ജെയിംസ് ഗണ്ണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എന്ന അവസ്ഥയായിരുന്നു. ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം. ഇത്രയധികം ബാധ്യത. അക്വാമാൻ 2ഉം ഷസാം 2ഉം ഒക്കെ റിലീസ് ചെയ്യാൻ ബാക്കി നിൽക്കെയാണ് ജെയിംസ് ഗണ്ണിനെ പുതിയ DC യൂണിവേഴ്സ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമകൾ ജയിച്ചാലും തോറ്റാലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഡിഡ്ന്റ് മാറ്റർ. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന നിലയിൽ DCU ഒരു പരാജയമായിരുന്നെങ്കിലും വണ്ടർ വുമണും ബാറ്റ്മാൻ vs സൂപ്പർമാൻ അൾട്ടിമേറ്റ് എഡിഷനും അക്വാമാൻ 1 പോലത്തെ എക്കാലത്തെയും ഓർത്തിരിക്കുന്ന ചില സൂപ്പർ ഹീറോ സിനിമകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന ഈ വിജയങ്ങൾ അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞതുമില്ല. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കാൻ ചില ബോർഡ് മെമ്പേഴ്സായി ഇരിക്കുന്ന കോട്ടിട്ട കുരങ്ങന്മാരെ വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല എന്ന് തെളിയിച്ചൊരു സംഭവം കൂടെയാണ് DCUവിൻ്റെ ഈ തകർച്ച. അതിന് വേണ്ടത് ഒരു സ്ട്രോങ് ആയ ഒരു ഫൗണ്ടേഷനും അത് ലീഡ് ചെയ്യാൻ കഴിയുന്ന വ്യക്തമായ പ്ലാനുള്ളൊരു ടീമുമാണ്. ജെയിംസ് ഗൺ റീസ്റ്റാർട്ട് ചെയ്ത പുതിയ DC യൂണിവേഴ്സിലൂടെ അതിനവർക്ക് കഴിയട്ടെ എന്നും പുതിയ ജനറേഷൻ ഓഫ് ഓഡിയൻസിനെ DCയുടെ കഥാപാത്രങ്ങളിലേക്കും ആ ലോകത്തേക്ക് നന്നായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.